ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് നാടൻ രീതിയിൽ നല്ല രുചിയായിട്ടുള്ള കൂന്തൽ അല്ലെങ്കിൽ കണവ റോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ 300 ഗ്രാം കണവ അല്ലെങ്കിൽ കൂന്തൽ എടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്തതിന് ശേഷം 300 ഗ്രാം ഉണ്ട്. ഈ ഒരു സൈസിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി ഇത്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, രണ്ടും 1/2 ടീസ്പൂൺ വെച്ച്. പിന്നെ കുറച്ച് സവാള എരിഞ്ഞത് ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ഉണ്ട്. കുറച്ച് തേങ്ങാക്കൊത്ത് അതും ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ട്. കുറച്ചുപ്പ് ഒരു 1/4 ടീസ്പൂണൊക്കെ. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നിടം വരെ ഒന്ന് വേവിക്കാം. വെള്ളമൊന്നും ഒഴിക്കണ്ട, കണവയിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കോളും. ഇതിപ്പോൾ കണവയൊക്കെ വെന്തിട്ടുണ്ട്, ഇത്രയും വെള്ളമുണ്ട്. അപ്പോൾ പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ ഈ ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. മീഡിയം സൈസിൽ 20 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു സവാള കട്ട് ചെയ്തത്, 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, അതുപോലെ 1 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് നീളത്തിലരിഞ്ഞിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ പുള്ളിയുടെ നിറമൊക്കെ മാറി ചെറിയൊരു ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെക്കണം. ഇതിലോട്ട് 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് തരിയായിട്ട് പൊടിച്ചിടേത്. 1 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ നിളക്കാം, ഇതിൻ്റെ പച്ചമണം ഒന്നും പോകാൻ വേണ്ടി. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇതിലോട്ട് വേവിച്ച് വെച്ചേക്കുന്ന കണവ ചേർത്ത് കൊടുക്കാം. ആ വെള്ളത്തോടു കൂടി ഒഴിക്കാം. പോരാത്ത ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലതായിട്ടൊന്ന് ഇളക്കിയിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നേരം കൂടെ ഒന്ന് അടച്ചു വെക്കാം. ഇതിപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. കുറച്ചുകൂടെയൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ്. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഒന്ന് പെരണ്ടിരിക്കണം. നല്ലതായിട്ടൊന്ന് ഇളക്കിയിട്ട് 1 മിനിറ്റ് നേരം ഒന്ന് ഇട്ട് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കിയും കൊടുക്കണം. ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു നാടൻ കൂന്തൽ റോസ്റ്റ് ആയത്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റായിട്ടുള്ള ഒരു കൂന്തൽ റോസ്റ്റ് ചെയ്ത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.